അല്ല, നമ്മളതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മരുന്നിൻ്റെ കാര്യത്തിലെല്ലാം നമ്മളില്ലാത്ത മരുന്നുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിപ്പയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ട്. വിത്തിൻ 24 hours നമ്മൾ ബഹ്റിനിൽ നിന്ന് ആ മരുന്ന് നമ്മൾ എത്തിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ വിഷയം നമ്മൾ പരിഹരിച്ചത്. ബഹ്റിനിൽ നിന്നാണ് ആ മരുന്ന് എത്തിച്ചത്. അടിയന്തരമായി ആ മരുന്ന് എത്തിച്ചിട്ടാണ് നമ്മൾ ആ വിഷയം തീർത്തത് യഥാർത്ഥത്തിൽ. അപ്പം മരുന്ന് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ റിബാവാരിൻ എന്ന് പറയുന്ന മരുന്നാണ്, റിബാവാരിൻ എന്നുള്ള മരുന്നാണ് നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു, മരുന്നില്ലായിരുന്നു. അപ്പോൾ ആ മരുന്നാണ് നമ്മൾ 24 hours ബഹ്റിനിൽ നിന്ന് സ്പെഷ്യൽ ഇതായിട്ട് വരുത്തിയിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊടുത്തു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല ഈ മരുന്ന്. വളരെ പ്രധാനപ്പെട്ടൊരു മരുന്നാണ്. ഒന്ന് നിപ്പ സോണാണല്ലോ നമ്മുടെ, എല്ലാ വർഷവും ഇങ്ങനെ വരുന്നതല്ലേ. അല്ലല്ല, നിങ്ങളിത് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വർഗീയമായ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയമായ ചേരുതിരിവുണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ മത്സരിച്ച വടകരയിലെ ഞങ്ങളുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ ഷാഫിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ? ആ ശ്രമത്തിന് ഞങ്ങൾക്കെതിരായിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഞങ്ങളാണിതുണ്ടാക്കിയെന്ന്. ഞങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞു, ഞങ്ങളല്ല. അതിന് ഒരു പയ്യനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ആ പയ്യൻ അയാളുടെ ഫോൺ കൊണ്ടേ പോലീസിൽ ഹാജരാക്കി. ഞങ്ങളല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് എന്തൊരു കാപഢ്യമാണ് CPM അവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. അതേ രീതിയിൽ CPM ഇങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, കാഫിർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിൻ്റെ ആണിക്കല്ലാണ്. അത് പിടിക്കണ്ടേ? പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചു, ഒരു മുദ്രാവാക്യം വിളിച്ചു ഫ്ലൈറ്റിൽ വെച്ച്. ഇപ്പോൾ എനിക്കെതിരായിട്ടാണ് ഒരു മുദ്രാവാക്യം ഫ്ലൈറ്റിൽ വിളിക്കണമെങ്കിൽ ഞാൻ മോൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് പോരും. പറ്റുമെങ്കിൽ ഭയങ്കര അക്രമാസക്തനല്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ച് വിളിക്കും. നമുക്കെതിരായിട്ടൊരു മുദ്ര. ഇതെന്തിനായി ചെയ്തത്? അവിടെ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ EP ജയരാജനും എല്ലാവരും ചേർന്ന് മർദ്ദിച്ചു. അതിന് കേസെടുത്തില്ല. അപ്പോൾ ഇപ്പോൾ കോടതിയാണ് പറഞ്ഞേക്കണത് അതിനും കൂടി കേസെടുക്കണമെന്ന് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചെയ്യണ്ടേതല്ല ഞങ്ങൾ ചെയ്തതാണോ? കോടതി ചെയ്തതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരണ്ടേ? ഇവരുടെ കാപഢ്യമല്ലേ, മുഖം മൂടിയാണ് CPMൻ്റെ അഴിഞ്ഞു വീണത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നു എന്നതിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ SSK ഫണ്ട് ഇതിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണ്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇത് തന്നെ വീണ്ടും ചോദിക്കല്ലേ, അത് തന്നെ പറഞ്ഞു കഴിഞ്ഞത്. നിങ്ങൾക്ക് അതിപ്പോൾ പറയാൻ പറ്റുമോ? ബജറ്റ് പ്രസംഗം ഇപ്പോൾ പറയാൻ പറ്റുമോ? അല്ല, എന്നിൽ നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ബജറ്റ് പ്രസംഗമായിട്ട്. ഞാൻ പറയുന്നത് എന്താ അറിയാം, നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികൾ അല്ല കേക്ക് ഞാൻ പറയണേ, ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. 20,500 കോടി ഇല്ല.
അത് ഞാൻ ഉണ്ടാക്കണം. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഉണ്ടാക്കിയാലേ ഉള്ളൂ ഈ പ്ലാൻ, ഈ വർഷത്തെ ഈ പ്ലാൻ പ്രോജക്റ്റുകൾ നടന്നു പോവുള്ളൂ. ഒന്ന്, നമുക്ക് കൃത്യമായ വഴികളുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയസമീപനവും കാഴ്ചപ്പാടും വികസന പരിപ്രേക്ഷ്യവും സമീപനവും ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റായിരിക്കും. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ.